കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന പിണറായിയിലാണ് പിണറായി വിജയന്റെയും പിറവി. ആ പോരാട്ട ചരിത്രം തന്നെയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയെയും നയിക്കുന്നത്. ഒരു ചെത്തുതൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് നെയ്ത്ത് തൊഴിലാളിയായി വളർന്ന പിണറായി തൊഴിലാളി വർഗ നായകനായത് പണിയെടുക്കുന്നവരുടെ ജീവിതവും വേദനയും ആഴത്തിലറിയുന്നതുകൊണ്ടാണ്. ആധുനിക കേരളം രൂപപ്പെട്ട 6 പതിറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ പോരാട്ട ജീവിതമാണത്. 1964 CPIM രൂപം കൊണ്ട വർഷമാണ് പിണറായി പാർട്ടി അംഗമാകുന്നത്. ബ്രണ്ണൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് KSFന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വിപ്ലവ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നയിച്ചത്. 70കളുടെ ആദ്യം തലശ്ശേരിയിൽ വർഗീയ സംഘർഷം കത്തിപ്പടരുന്നത് തടയാൻ പാർട്ടി സെക്രട്ടറി CH കണാരൻ തലശ്ശേരിയിലേക്ക് അയച്ചത് പിണറായിയെയാണ്. മാറാട് കലാപകാലത്ത് വർഗീയവാദികളുടെ ഒരു ഭീഷണിയിലും കുലുങ്ങാതെ അവിടം സന്ദർശിച്ച ഏക രാഷ്ട്രീയ നേതാവ് പിണറായിയാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്നും മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പിണറായിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26ാമത്തെ വയസ്സിലാണ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും പിണറായി നിയമസഭയിലെത്തുന്നത്. 91 വീണ്ടും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും 96 പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2016 2021 ധർമ്മടം മണ്ഡലത്തിൽ നിന്നും. അടിയന്തരാവസ്ഥക്കാലത്ത് 18 മാസം പിണറായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിപടിയായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായി. 98 മുതൽ 2015 വരെ EK നയനാർക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നിട്ടുള്ളതും പിണറായി വിജയനാണ്. നയനാർ മന്ത്രിസഭയിൽ പിണറായി വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോഴാണ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടത്. 2016 തൊട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ചരിത്രത്തിലാദ്യമായി തുടർഭരണവും. ലോകമുറ്റുനോക്കുന്ന ഒരു നാടായി, രാജ്യത്തിന് മാതൃകയായി കേരളം പിണറായിയുടെ ഭരണത്തിൽ പടർന്നു പന്തലിക്കുന്നു. നാടിന്റെ നന്മയിലും ഒരുമയിലും വികസനത്തിലും ആർജവമുള്ള തീരുമാനങ്ങളുടെയും ഇച്ഛാശക്തിയുടെയും വിശ്രമമില്ലാത്ത രാഷ്ട്രീയം കേരളം കാണുന്നത് പിണറായിയിലൂടെയാണ്. നവകേരള നായകന് കേരളം പിറന്നാൾ ആശംസിക്കുമ്പോൾ ആ നേതൃശക്തിയിൽ അഭിമാനം കൊള്ളുകയാണ് ഈ നാട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.